നമസ്കാരം. ബെഞ്ചമിൻ നെതന്യാഹു എന്ന പേര് ലോകരാഷ്ട്രീയത്തിൽ വിവാദങ്ങളുടെ ചൂടോടെ തന്നെ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. പ്രോസ്റ്റേറ്റ് സംബന്ധമായ ഗുരുതര അസുഖം ബാധിച്ചതായ മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ അതൊരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നം എന്നതിലുപരി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും തീരുമാനങ്ങളും വീണ്ടും വിലയിരുത്തപ്പെടുന്ന ഘട്ടമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിൽ സംഘർഷത്തിന്റെ ചൂടുയർത്തിയ നേതാവെന്ന നിലയിൽ നെതന്യാഹുവിന്റെ പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളതാണ്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തനിക്ക് ക്യാൻസർ ബാധിച്ചിരുന്നുവെന്നും ചികിത്സിച്ച് ഭേദപ്പെടുത്തിയതായും നെതന്യാഹു വെളിപ്പെടുത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ പാരമ്യതയിൽ ഇത് പുറത്തു വരാതിരിക്കാൻ താൻ അഭ്യർത്ഥിച്ചിരുന്നുവെന്നും നെതന്യാഹു എക്സിലൂടെ വെളിപ്പെടുത്തി. യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഇത് പുറത്തു വരാതിരിക്കാൻ ഇസ്രയേലിനെതിരെ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന് കൂടുതൽ തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ അവസരം നൽകാതിരിക്കാൻ ഞാൻ അതിന്റെ പ്രസിദ്ധീകരണം 2 മാസത്തേക്ക് മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചു എന്ന് നെതന്യാഹു തന്നെ എക്സിൽ കുറിച്ചു. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സൈനിക നടപടികൾ, നിരന്തരം ഉയർന്നു വരുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾ, നിരപരാധികളായ ജനങ്ങളുടെ മരണങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് നെതന്യാഹുവിന്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള ആഗോള ധാരണ രൂപപ്പെട്ടത്. ഗാസ പ്രദേശത്ത് നടന്ന ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സംഘടനകളെ പോലും കടുത്ത വിമർശനത്തിലേക്ക് നയിച്ചു. അതേസമയം ഇസ്രായേൽ സുരക്ഷയുടെ പേരിൽ എടുത്ത നടപടികളാണ് ഇവയെന്ന് നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ചർച്ചയാകുന്നത്. ചിലർ ഇതിനെ ചരിത്രത്തിന്റെ വിചാരണ എന്ന രീതിയിൽ കാണുമ്പോൾ മറ്റു ചിലർ ഒരാളുടെ വ്യക്തിഗത ആരോഗ്യ പ്രശ്നമായി മാത്രം കാണണമെന്നും അഭിപ്രായപ്പെടുന്നു. ദൈവത്തെ സ്തുതിച്ച നെതന്യാഹു താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും മികച്ച ശാരീരിക അവസ്ഥയിലാണ് നിലവിലുള്ളതെന്നും മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 76 വയസ്സുള്ള നെതന്യാഹുവിനെ 2024 ഡിസംബർ 29 ബെനിൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ ചികിത്സിക്കുന്നതിനായി ആദ്യ ശസ്ത്രക്രിയ നടത്തിയെന്നാണ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഹദാസ മെഡിക്കൽ സെന്ററിലെ നടപടിക്രമം വിജയകരവും സങ്കീർണതകളില്ലാത്തതുമായിരുന്നു എന്നും അതിൽ വിവരിക്കുന്നുണ്ട്. ആദ്യ ശസ്ത്രക്രിയയ്ക്ക് ശേഷം താൻ പതിവായ മെഡിക്കൽ നിരീക്ഷണത്തിലായിരുന്നു. അവസാന നിരീക്ഷണത്തിൽ അദ്ദേഹം എക്സിൽ കുറിച്ചു. വ്യാപനമുള്ള അപകടകരമായ ഒന്നായിരുന്നില്ല അതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പ്രായത്തിലുള്ള പുരുഷന്മാർക്കിടയിൽ ഇത് വളരെ സാധാരണമാണെന്നും 2 ഓപ്ഷനുകൾ ഉണ്ട് എന്നും ഡോക്ടർ തന്നോട് പറഞ്ഞതായും അദ്ദേഹം തുടർന്ന് വിശദീകരിച്ചു. ഒന്നുകിൽ ചികിത്സ എടുക്കാതെ നിരീക്ഷണത്തിൽ തുടരാം, നിങ്ങൾക്ക് ഇതിനോടൊപ്പം ജീവിക്കാൻ കഴിയും, പലരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നും ഡോക്ടർ അറിയിച്ചു. അല്ലെങ്കിൽ ചികിത്സ എടുത്ത് പ്രശ്നം പരിഹരിക്കുക. ഒരു അപകട സാധ്യത സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ ഉടനടി നേരിടുന്നയാളാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് ഇതിനോടകം അറിയാം. അത് വ്യക്തിജീവിതത്തിലാണെങ്കിലും രാജ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപോലെയാണ്. താൻ ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി നെതന്യാഹു എക്സിൽ ഇതും കുറിച്ചു. ഡോക്ടർമാർക്കും മെഡിക്കൽ സംഘത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. തുടർന്ന് ആരോഗ്യം സംബന്ധിച്ച് ഇസ്രയേലുകാർക്കും ഉപദേശം നൽകിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ യാത്ര തന്നെ വിവാദങ്ങളുടെ പരമ്പരയാണ്. പലപ്പോഴും കടുത്ത ദേശീയതയുടെ പേരിൽ എടുത്ത തീരുമാനങ്ങൾ പ്രദേശത്ത് സമാധാന സാധ്യതകളെ നശിപ്പിച്ചു. UN ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടും ഇസ്രയേൽ സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഇതാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും ശക്തമായ പ്രതികരണങ്ങളും ഉണ്ടാക്കിയത്. രാഷ്ട്രീയ നേതാക്കളുടെ തീരുമാനങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്കും അതിന്റെ പ്രതിഫലനങ്ങൾക്കും ഇടയിൽ ഒരു നൈതിക ബന്ധം കണ്ടെത്താനുള്ള ശ്രമം സ്വാഭാവികമാണെന്ന വാദവും ശക്തമാണ്. എന്നാൽ അതിന് ശാപമെന്നോ പ്രതിഫലമെന്നോ വിശേഷിപ്പിക്കുന്നത് വികാരാധിഷ്ഠിതമായ പ്രതികരണമായിരിക്കാം. എന്നാലും ലോകം മുഴുവൻ ആവർത്തിച്ചു പറയുന്നത് ശാപം എന്ന വാക്ക് തന്നെയാണ്.